മിക്കവാറും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ഓംലെറ്റ്. ഓംലെറ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മുട്ടത്തോട് ഒന്നുകിൽ വലിച്ചെറിയും, അല്ലെങ്കിൽ ചെടികൾക്കിടയിൽ വെറുതെ ഒന്ന് പൊട്ടിച്ചിടും. എന്നാൽ ഇങ്ങനെ പൊട്ടിച്ചിടുന്ന മുട്ടത്തോട് കൊണ്ട് ചെടികൾക്ക് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ പ്രയോജനമാകും വിധത്തിൽ നമുക്കിതൊരു വളമാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയില കൂടി ഉണക്കി പൊടിച്ചാൽ നല്ല അടിപൊളി വളമാക്കിയെടുക്കാം. പൊടിച്ചെടുത്ത ഈ വളം സൂക്ഷിച്ചു വെച്ച് ആഴ്ചയിലൊരിക്കൽ ചെടികളുടെ കടക്കിലിട്ട് കൊടുത്താൽ ഇതുപോലെ നന്നായി പൂക്കാനും ചെടികൾ തഴച്ചു വളരാനും അത്യുത്തമമായ ഒരു വളമാണ്. കറ്റാർവാഴയുടെ കടക്കിലിട്ട് കൊടുത്താൽ കറ്റാർവാഴയ്ക്ക് പുതിയ തൈകൾ വരാനും നല്ല വളർച്ചയുണ്ടാകാനും ഈ ഒരു ഫെർട്ടിലൈസർ അത്യുത്തമമാണ്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഈ വളത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വയ്ക്കാം. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ഇതിട്ട് കൊടുക്കാവുന്നതാണ്. സ്മെല്ലില്ലാത്തത് കൊണ്ട് ഏത് സ്ഥലത്തും നമുക്കിത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. പാഴായി പോകുന്ന ഒരു വസ്തു കൊണ്ട് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാം. മുട്ടത്തോട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പുഴുങ്ങാത്ത മുട്ടത്തോട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പുഴുങ്ങിക്കഴിഞ്ഞാൽ മുട്ടത്തോടിലെ കാൽസ്യമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.